ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. പുനലൂർ ഗവൺമെന്റ് LP ഗേൾസ് സ്കൂളിൽ ബഹുഭാഷ AI ടീച്ചർ സജ്ജമായി. ശിശുദിനത്തിൽ കുട്ടികൾക്കായി സമർപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന് നോവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ജനറേറ്റീവ് AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ AI ടീച്ചറോട് 4 ഭാഷകളിൽ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടാനും സാധിക്കും. പ്രൊജക്ടറിലോ ഡിസ്പ്ലേയിലോ ആണ് ടീച്ചറിന്റെ മറുപടി തെളിയുക. സ്കൂൾ PTA ആണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. പത്തനാപുരം ചിതൽവെട്ടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ വനംവകുപ്പ് കെണിവെച്ച് പിടികൂടി. പുലിയെ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ കക്കി വനമേഖലയിൽ തുറന്നുവിട്ടു. വന്യമൃഗ സങ്കേതമല്ലെങ്കിലും പുലിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേരുന്ന പ്രദേശമെന്ന് കണ്ടാണ് കക്കി വെന്തക്കാട് വനമേഖലയിൽ എത്തിച്ച് തുറന്നുവിട്ടത്. ഇതിനിടെ പിടികൂടിയ പുലിക്ക് നാട്ടുകാർ ഗൗരി എന്ന് പേരിടുകയും ചെയ്തു. നാട്ടുകാരുടെ ആവശ്യം കണക്കിലെടുത്ത് ചിതൽവെട്ടിയിൽ വനംവകുപ്പ് വീണ്ടും കെണിക്കൂട് സ്ഥാപിക്കും. പൊന്നി എന്ന ആടിനെ ഇരയായി കാണിച്ച് ആകർഷിച്ചാണ് വനംവകുപ്പ് ഗൗരിയെ കൂട്ടിലാക്കിയത്. അടുത്ത പുലിയെ കെണിയിലാക്കാൻ പൊന്നി സുരക്ഷിതയായി കാത്തിരിക്കുകയാണ്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലിവിംഗ് വിൽ ഇൻഫർമേഷൻ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. കേരളപ്പിറവി ദിനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ കൗണ്ടറിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലെത്തിയാൽ രോഗിയുടെ ജീവൻ ഉപകരണങ്ങളുടെ സഹായത്തോടെ നിലനിർത്തണോ വേണ്ടയോ എന്നത് രോഗിക്ക് തന്നെ നേരത്തെ നിയമപരമായ രേഖയായി നൽകാൻ ലിവിംഗ് വിൽ കൗണ്ടറിലൂടെ സാധിക്കും. ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകാത്ത രോഗാവസ്ഥയിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനാകാത്ത അവസ്ഥയിൽ ലിവിംഗ് വിൽ പ്രാബല്യത്തിൽ വരും. തീരുമാനമെടുക്കാനുള്ള വിഷമവും സമ്മർദ്ദവും കുടുംബാംഗങ്ങളിൽ നിന്നും ഒഴിവാകുകയും ചെയ്യും. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ കുണ്ടറ IHRD കോളേജിൽ 2ാം ഘട്ട പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 3ാം ഘട്ട തയ്യൽ പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുകയും ചെയ്തു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിനം 500 രൂപ സ്റ്റൈപ്പൻഡും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 15,000 രൂപയുടെ ഉപകരണങ്ങളോ വൗച്ചറുകളോ ലഭിക്കും. കൂടാതെ 3 ലക്ഷം രൂപ വരെ ഈടില്ലാ വായ്പ, ഉത്പന്നങ്ങൾക്ക് ഗുണനിലവാര സർട്ടിഫിക്കേഷൻ, ബ്രാൻഡിംഗ് ഉൾപ്പെടെ മാർക്കറ്റിംഗ് സഹായം എന്നിവയും പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലെ ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 12 വിളക്കുത്സവത്തിന് തുടക്കമായി. ഭജനം പാർക്കലാണ് 12 വിളക്കുത്സവത്തിന്റെ പ്രധാന ആചാരം. വൃശ്ചിക പുലരിയിൽ ക്ഷേത്രക്കുളത്തിൽ സ്നാനം ചെയ്ത് കൽവിളക്കിൽ നിന്നും ഭജനക്കുടലിലെ വിളക്കിലേക്ക് ദീപം പകർന്ന് ഭക്തർ ഭജനം പാർക്കൽ ആരംഭിച്ചു. പല ദേശങ്ങളിൽ നിന്നും നിരവധി പേർ ഇക്കുറിയും ഭജനം പാർക്കലിനായി എത്തിയിട്ടുണ്ട്. വൃശ്ചികം 12-ന് സന്ധ്യയ്ക്ക് കൽവിളക്കുകളിലും പടനിലത്താകെയും തെളിയുന്ന 12 വിളക്കിന്റെ ദീപപ്രഭ ദർശിച്ചാണ് ഭക്തർ ഭജനം പാർക്കൽ പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങുക. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് പ്രത്യേക യോഗം ചേർന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രകൃതി സൗഹൃദമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഹൗസ് ബോട്ട്, റിസോർട്ട്, ഹോം സ്റ്റേ ഓണേഴ്സ് പ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. KMMLന്റെ നേതൃത്വത്തിൽ ഖനനശേഷ ഭൂമിയിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. പൊന്മനയിൽ ഖനനം നടത്തിയ 30 ഏക്കർ സ്ഥലത്താണ് KMMLന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുക, പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് പിന്നിൽ. ഖനനം കഴിഞ്ഞ മണ്ണിൽ ആവശ്യമായ വളം, ചകിരിച്ചോറ്, കരിയില തുടങ്ങിയവ ചേർത്ത് സമ്പുഷ്ടീകരിച്ചാണ് തൈകൾ നടുക. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് അനുയോജ്യമായ വൃക്ഷങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ തൈകളും അത്യുൽപാദന ശേഷിയുള്ള കശുമാവിൻ തൈകളും പ്രദേശത്ത് നട്ടുപിടിക്കാൻ തെരഞ്ഞെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. വർണ്ണോത്സവം 2024 എന്ന പേരിൽ ജില്ലയിൽ ശിശുദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ. ക്രൈവൻ സ്കൂളിൽ നിന്ന് ആരംഭിച്ച ശിശുദിന ഘോഷയാത്ര ശ്രീനാരായണ കോളേജിൽ സമാപിച്ചു. ശ്രീനാരായണ കോളേജിൽ നടന്ന പൊതുസമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രിയായി ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ അബ്രാൻ T. നാസിം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.